ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൺ ദ ജോബ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റാഫിംഗ് എന്ന ഭാഗത്തിൻ്റെ സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണിത്. സ്റ്റാഫിങ്ങിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. ട്രെയിനിങ്ങിൻ്റെ രണ്ട് തരത്തിലുള്ള മെത്തേഡ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മെത്തേഡ് ഓൺ ദ ജോബ് മെത്തേഡും രണ്ടാമത്തെ മെത്തേഡ് എന്നുള്ളത് ഓഫ് ദ ജോബ് മെത്തേഡുമാണ്. അതിൽ ഓൺ ദ ജോബ് മെത്തേഡാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 തരത്തിലുള്ള ഓൺ ദ ജോബ് മെത്തേഡ് ഉണ്ട്. ഓൺ ദ ജോബ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രെയിനിങ് ഈസ് പ്രൊവൈഡഡ് ഇൻസൈഡ് ദ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. ജോലിക്കൊപ്പം തന്നെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ പഠനത്തോടൊപ്പം തന്നെ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനാണ് ഓൺ ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്. ജോലിക്കൊപ്പം തന്നെ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന രീതി, ലേണിംഗ് വൈൽ ഡൂയിങ്ങിനെയാണ് നമ്മൾ ഓൺ ദ ജോബ് എന്ന് പറയുന്നത്. അത് 4 തരത്തിലാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങുകളുള്ളത്. ആദ്യം പറഞ്ഞത് അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ്, രണ്ടാമത് പറഞ്ഞത് കോച്ചിങ്, മൂന്നാമത് എന്തായിരുന്നു പറഞ്ഞത്? അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ്, കോച്ചിങ്, മൂന്നാമത് പറഞ്ഞത് ജോബ് റൊട്ടേഷൻ, നാലാമത് പറഞ്ഞത് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. അങ്ങനെ 4 രീതിയിലാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് ഉള്ളത് നമ്മൾ പറഞ്ഞു. ഓൺ ദ ജോബ് ട്രെയിനിങ് പ്രധാനമായിട്ടും 4 രീതിയിലാണ്: അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ, കോച്ചിങ് ആൻഡ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. ആ 4 നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഓൺ ദ ജോബ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് വൈൽ ഡൂയിങ്, ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ പഠനവും സാധ്യമാക്കുക അല്ലെങ്കിൽ ട്രെയിനിങ്ങും സാധ്യമാക്കുന്ന രീതിയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്, അല്ലെങ്കിൽ സ്ഥാപനത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പഠനം സാധ്യമാക്കുന്ന രീതിയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഓഫ് ദ ജോബ് മെത്തേഡുകളാണ്. ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓഫ് ദ ജോബ് ട്രെയിനിങ് മീൻസ് ട്രെയിനിങ് ഈസ് പ്രൊവൈഡഡ് ബിഫോർ ഡൂയിങ്. ഡൂയിങ് ചെയ്യുന്നതിന് മുൻപ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഓഫ് ദ ജോബ് മെത്തേഡ്, അല്ലെങ്കിൽ ജോലിക്ക് മുൻപ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന രീതി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ജോലി ചെയ്യുന്നതിന് മുൻപ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓഫ് ദ ജോബ് മെത്തേഡുകൾ പ്രധാനമായിട്ടും 6 തരത്തിലാണുള്ളത്. ഒന്ന് ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്, രണ്ടാമത്തത് ഫിലിം ഷോസ്, മൂന്നാമത്തത് കേസ് സ്റ്റഡി, നാലാമത്തത് കമ്പ്യൂട്ടർ മോഡലിംഗ്, അഞ്ചാമത്തത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, ആറാമത്തത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. ഫസ്റ്റ് വൺ ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്, സെക്കൻഡ് വൺ ഫിലിം ഷോസ്, തേർഡ് വൺ കേസ് സ്റ്റഡി, ഫോർത്ത് വൺ കമ്പ്യൂട്ടർ മോഡലിംഗ്, ഫിഫ്ത്ത് വൺ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, സിക്സ്ത് വൺ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം പറയുന്നത് ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്. എന്താണ് ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ് എന്ന് നോക്കാം. ദ ലെക്ചേഴ്സ് ഓർ കോൺഫറൻസസ് അപ്രോച്ച് ഈസ് well defined or adapted to conveying specific information, rules, procedures or methods. The use of audio visuals of demonstrations can often make a formal classroom presentation more interesting while increasing retention and offering a vehicle for clarifying more difficult points. അപ്പോൾ എന്താണ് ക്ലാസ് റൂം ലെക്ചറുകൾ, കോൺഫറൻസുകൾ എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ടുള്ള പ്രത്യേക വിവരങ്ങൾ, നിയമങ്ങൾ, നടപടിക്രമങ്ങൾ, രീതികൾ എന്നിവ വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ക്ലാസ് റൂം ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. ക്ലാസ് റൂം ലെക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിനെ കുറിച്ചിട്ടുള്ള പ്രത്യേകമായ വിവരങ്ങൾ, അതുപോലെ തന്നെ സ്ഥാപനത്തിലെ പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ, സ്ഥാപനത്തിലെ നടപടിക്രമങ്ങൾ, അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ തനതായ രീതികൾ എന്നിവ വിശദീകരിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു രീതിയാണ് ക്ലാസ് റൂം ലെക്ചറുകളും കോൺഫറൻസുകളും. ദൃശ്യശ്രാവ്യ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഇതിനെ നമുക്ക് രസകരമാക്കി മാറ്റാൻ പറ്റും. പ്രൊജക്ടറുകൾ, എയ്ഡുകൾ, LCD പ്രൊജക്ടറുകൾ, ഓഡിയോ വിഷ്വൽ എയ്ഡുകൾ എന്നിവയുടെയൊക്കെ സഹായത്തോടു കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് റൂം ലെക്ചറുകളെയും കോൺഫറൻസുകളെയും സ്യൂട്ടബിളാക്കി മാറ്റാൻ പറ്റും. അതായത് തൊഴിലാളികൾക്ക് എല്ലാവർക്കും, ജീവനക്കാർക്ക് എല്ലാവർക്കും ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ക്ലാസ് റൂം ലെക്ചറുകളുടെ സഹായത്തോടു കൂടിയോ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വിവരങ്ങളും നിയമങ്ങളും നടപടിക്രമങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്ന ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ക്ലാസ് റൂം ലെക്ചറുകൾ ആൻഡ് കോൺഫറൻസ്. നമ്മളൊരു ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് ലെക്ചർ കൊടുക്കുന്ന പോലെ തന്നെ ഒരു ഉന്നത മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഉന്നത മാനേജ്മെൻറ്റിന് അധികാരപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി, HR മാനേജറോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള മാനേജറോ ആരെങ്കിലും ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ക്ലാസ് റൂം ലെക്ചറുകൾ പ്രൊവൈഡ് ചെയ്യാൻ ചെയ്യുന്നത്. ഒരു നിശ്ചിത ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു നിശ്ചിത കോൺഫറൻസ് റൂം ക്രിയേറ്റ് ചെയ്തിട്ട് ആ കോൺഫറൻസ് റൂമിൽ ജീവനക്കാരെ എല്ലാവരെയും ട്രെയിനിങ്ങിന് വിധേയരാക്കുകയും ചെയ്യുന്നത്. ഇതിൽ സ്ഥാപനത്തിനെ കുറിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ, പ്രത്യേകമായിട്ടുള്ള വിവരങ്ങൾ, നടപടിക്രമങ്ങൾ, രീതികൾ എന്നിവ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് സഹായം എന്ന രീതിയിൽ സ്ഥാപനത്തിൽ ദൃശ്യശ്രാവ്യ ഉപകരണങ്ങളുടെ സഹായങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓഡിയോ വിഷ്വൽ എയ്ഡുകൾ, കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്സ്, അതുപോലെ തന്നെ
ആനിമേഷൻ ടെക്നിക്കുകൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് പ്രൊജക്ടറുകൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ക്ലാസ് റൂം ലെക്ചറുകളെയും കോൺഫറൻസുകളെയും രസകരമാക്കി മാറ്റാം. അനുഭവങ്ങളിൽ കൂടിയും ജീവിത അനുഭവങ്ങളിൽ കൂടിയും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസുകൾ കാണിച്ചു കൊടുത്തിട്ട് ട്രെയിനിങ് എന്നുള്ളത് സുഗമമാക്കി മാറ്റാൻ സാധിക്കും. ഇത് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗം കൂടിയാണ്. ക്ലാസ് റൂം പ്രസൻറ്റേഷൻ മോർ ഇൻക്രീസിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആണ് ആൻഡ് ഓഫറിങ് എ വെഹിക്കിൾ ഫോർ ക്ലാരിഫൈങ് മോർ ഡിഫിക്കൽട്ട് പോയിൻ്റ്. ഡിഫിക്കൽട്ടായിട്ടുള്ള പോയിന്റുകൾ ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് ക്ലാസ് റൂം ലെക്ചറുകളും കോൺഫറൻസുകളും പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് രണ്ടാമത് പറയുന്നത് ഫിലിം ഷോസ്. എന്താണ് ഫിലിം ഷോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? They can provide information and explicitly demonstrate skills that are not easily represented by other techniques. Used in conjunction with conference discussions, it is very effective methods in certain cases. ഫിലിം ഷോസ് എന്ന് പറഞ്ഞാൽ ജീവനക്കാർ പഠിക്കേണ്ട കഴിവുകൾ കാണിച്ചു കൊടുക്കുന്നതിനാണ് ഫിലിം ഷോകൾ ഉപയോഗിക്കുന്നത്. ക്ലാസ് റൂം ലെക്ചറിനോടൊപ്പം ഫിലിം ഷോകൾ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓരോ ട്രെയിനിക്കും ഫലവത്തായിട്ടുള്ള ഒരു മാർഗം സൃഷ്ടിച്ചെടുക്കാൻ ടോപ്പ് മാനേജ്മെൻറ്റിന് സഹായിക്കും. അതായത് ഇൻഫർമേഷൻസിനെ ലെക്ചറിങ്ങിന് പുറമെ അതിൻ്റെ എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നതിൻ്റെ ഫിലിം ഷോസ് അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വൽ എയ്ഡ്സുകൾ കൂടെ നടപ്പിലാക്കുക. ഫിലിം ഷോസ് എന്ന് പറഞ്ഞാൽ ഫിലിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചലച്ചിത്ര പ്രദർശനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു ജീവിത അനുഭവം എടുത്തു കാണിക്കുന്ന ഒരു കഥയാണ് ചലച്ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ട്രെയിനിങ് നടപ്പിലാക്കുന്ന സമയത്ത് ആ ട്രെയിനിങ്ങിൽ നടപ്പിലാക്കുന്നതിനൊപ്പം ലെക്ചറിങ് കൊടുക്കുന്നതിനൊപ്പം തന്നെ ആ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യത്യസ്തരായ വ്യക്തികളുടെ പിക്ചറുകൾ അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ മെഷീൻസാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മെഷീൻസ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം ചിത്രീകരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ അവർക്ക് ഫലവത്തായിട്ട് മാറും. നേരിട്ട് പറയുന്നതിന് പകരം അവിടെ ചലച്ചിത്ര പ്രദർശനമായിട്ടുള്ള ഷോകളും വിഷ്വൽ എയ്ഡുകളും ചിത്രങ്ങളും ആകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വരും? ജീവനക്കാർക്ക് കൂടുതൽ ബലവത്തായിട്ട് മാറുകയും ചെയ്യും. ജീവനക്കാർക്ക് കോൺഫറൻസ് ഡിസ്കഷനേക്കാളും കൂടുതൽ ബലവത്തായി മാറുന്ന ഒന്നാണ് ഫിലിം ഷോസ് എന്ന് പറയുന്നത്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്കില്ലുകളെ നേരിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന രീതിയാണ് ഫിലിം ഷോസ് എന്ന് പറയുന്നത്. ജീവനക്കാർക്ക് അവർക്ക് സ്വാഭാവികമായിട്ടും നേടിയെടുക്കേണ്ട സ്കില്ലുകൾ, അവർക്ക് പഠിക്കേണ്ട സ്കില്ലുകളെ നേരിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ഫിലിം ഷോയിൽ കൂടെ ചെയ്യുന്നത്. ഫിലിം ഷോയിൽ കൂടെ ചെയ്തു തീർക്കുന്ന യഥാർത്ഥത്തിൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് സ്കിൽസാണ്. സ്കില്ലുകളുടെ ഡെമോൺസ്ട്രേഷനാണ് ഫിലിം ഷോസ് യഥാർത്ഥത്തിൽ ചെയ്തു തീർക്കുന്നത്. ദേ ക്യാൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലിസിറ്റ്ലി ഡെമോൺസ്ട്രേറ്റ് സ്കിൽസ്. ഫിലിം ഷോസ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയും സ്കില്ലുകളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും ദാറ്റ് ആർ നോട്ട് ഈസിലി റെപ്രസെൻറ്റഡ് ബൈ അതർ ടെക്നിക്സ്. മറ്റ് ടെക്നിക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയാത്ത സ്കില്ലുകളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന രീതിയാണ് ഫിലിം ഷോസ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് കോൺഫറൻസ് ഡിസ്കഷൻസ്. കോൺഫറൻസ് ഡിസ്കഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി എഫക്റ്റീവ് മെത്തേഡ്സ് ഇൻ സെർട്ടൻ കേസസ്. കേസുകളിൽ അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് കേസ് സ്റ്റഡി. എന്താണ് കേസ് സ്റ്റഡി എന്ന് നോക്കാം. കേസ് സ്റ്റഡി ഈസ് ആൻ ഇൻഡെപ്ത് സ്റ്റഡി അബൌട്ട് എ ഫിനോമിനൻ. Trainees study the cases to determine the problems, analyze causes, develop alternative solutions, select what they believe to be the best solution and implement it. അതായത് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കേസ് സ്റ്റഡി ഈസ് ആൻ ഇൻഡെപ്ത് സ്റ്റഡി അബൌട്ട് എ ഫിനോമിനൻ. ഒരു പ്രതിഭാസത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിനെ കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള പഠനത്തിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മാനേജർമാർ തങ്ങളുടെ ചുമതലകൾ നിറവേറ്റിയ സമയത്തുണ്ടായ യഥാർത്ഥ അനുഭവങ്ങളാണ് കേസുകൾ. ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള യഥാർത്ഥ അനുഭവങ്ങളാണ് കേസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച മാനേജർമാർക്ക് അവരും സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? തുടക്കത്തിൽ അവർ കീഴ്ജീവനക്കാരായിരുന്നിരിക്കണം. കീഴ്ജീവനക്കാരായ വ്യക്തികളാണ് പിന്നീട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടൊരു മാനേജർമാരായി മാറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കീഴ്ജീവനക്കാരായിരിക്കുന്ന സമയത്ത് അവരുടെ ട്രെയിനിങ് പീരീഡിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതാനുഭവത്തിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിനിങ് കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിനെയാണ് യഥാർത്ഥ അനുഭവങ്ങൾ, ഇതിനെയാണ് കേസുകൾ എന്ന് പറയുന്നത്. ഈ കേസുകൾ എന്തെല്ലാമാണെന്നത് അവർ വിശദീകരിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ കേസുകളിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് വിശകലനം ചെയ്യാനും അതിന് ഉത്തമമായ പരിഹാരം നിർദ്ദേശിക്കാനും ട്രെയിനിയോട് ആവശ്യപ്പെടുന്ന ഒരു രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫിനോമിനനെ സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണമായ സ്റ്റഡി അല്ലെങ്കിൽ ആഴത്തിലുള്ള പഠനത്തിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതൊരു തരത്തിലുള്ള റിസർച്ച് സ്റ്റഡി കൂടിയാണ്. ട്രെയിനീസ് സ്റ്റഡി ദ കേസസ് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം അല്ലെങ്കിൽ മാനേജ്മെൻറ്റും ജീവനക്കാരും അനുഭവിക്കുന്ന ഒരു പർട്ടിക്കുലർ പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോബ്ലം ജീവനക്കാരുടെ മുൻപിൽ നൽകും. അതോടൊപ്പം തന്നെ ദേ ഹാവ് ടു ഡിറ്റർമിൻ ദ പ്രോബ്ലംസ് ആൻഡ് അനലൈസ് ദ കോസസ്. അതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കണം. ഡെവലപ്പ് ദ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്. അതിന് അനുയോജ്യമായിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ
മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർ ഡെവലപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ ദേ ബിലീവ് ടു ബി ദ ബെസ്റ്റ് സൊല്യൂഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റ്. ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള ബെസ്റ്റ് സൊല്യൂഷൻ അവർക്ക് കേസ് സ്റ്റഡിയിൽ വിവരിക്കാൻ കഴിയും. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റായ സൊല്യൂഷൻ മാനേജ്മെൻറ്റിന് തിരഞ്ഞെടുക്കാൻ കഴിയും. ഇതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി അവരുടെ ബുദ്ധി വളർച്ച കൂട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തമമായ പരിഹാരം നിർദ്ദേശിക്കാനും സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തമമായ പരിഹാരം നിർദ്ദേശിക്കാനും ഒരു മാർഗ്ഗമായിട്ട് കേസ് സ്റ്റഡി യൂട്ടിലൈസ് ചെയ്യാം. ഇതൊരു തരത്തിലുള്ള ട്രെയിനിങ് മെത്തേഡാണ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻഡെപ്ത് സ്റ്റഡി അബൌട്ട് എ ഫിനോമിനൻ. ഒരു ഫിനോമിനനെ സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ആഴത്തിലുള്ള പഠനത്തിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ട്രെയിനീസ് സ്റ്റഡി ദ കേസസ് ടു ഡിറ്റർമിൻ ദ പ്രോബ്ലംസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേസുകൾ സ്റ്റഡി ചെയ്യുന്നത്. അനലൈസ് ദ കോസസ്, കാരണങ്ങൾ അനലൈസ് ചെയ്യുന്നു. ഡെവലപ്പ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്, ആൾട്ടർനേറ്റീവായ സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ബിലീവ് ടു ബി ദ ബെസ്റ്റ് സൊല്യൂഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റ്, ബെസ്റ്റ് സൊല്യൂഷൻസ് കണ്ടെത്തുകയും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. നാലാമത്തത് കമ്പ്യൂട്ടർ മോഡലിംഗ്. എന്താണ് കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് നോക്കാം. It stimulates the work environment by programming a computer to imitate some of the realities of the job and allows learning to take place without the risk or high cost that would be incurred if a mistake were made in real life situation. കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ വർക്ക് എൻവയോൺമെൻറ്റ് ബൈ പ്രോഗ്രാമിംഗ് എ കമ്പ്യൂട്ടർ ടു ഇമിറ്റേറ്റ് സം ഓഫ് ദ റിയാലിറ്റീസ് ഓഫ് ദ ജോബ് and allows learning to take place without the risk or high cost that would be incurred if a mistake were made in real life situation. അതായത് വ്യത്യസ്ത തരത്തിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ സഹായത്തോടെ ജോലിയിലെ യാഥാർത്ഥ്യങ്ങളെ അനുകരിക്കുന്ന രീതിയാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറയുന്നത്. യഥാർത്ഥ സാഹചര്യത്തിൽ സംഭവിക്കാവുന്ന തെറ്റുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കി പഠനം നടത്താൻ ഇത് ട്രെയിനിയെ സഹായിക്കുന്നു. കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു മെഷീനറിയുടെ സഹായത്തോടു കൂടെ നമുക്ക് സംഭവിക്കാവുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന് സംഭവിക്കാവുന്ന തെറ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യുകയും അതിൻ്റെ ജോബിൽ സംഭവിക്കാവുന്ന റിയാലിറ്റീസ് ഓഫ് ജോബിൽ സംഭവിക്കാവുന്ന തെറ്റുകുറ്റങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുകയും ആ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് റിസ്ക് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കുന്നതിനും എന്തെല്ലാം മാർഗ്ഗങ്ങൾ ചെയ്യാം എന്നുള്ള റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മളുടെ റിസ്ക് കുറയ്ക്കുന്നതിനും കോസ്റ്റ് കുറയ്ക്കുന്നതിനും എന്തെല്ലാം മാർഗ്ഗങ്ങൾ ചെയ്യാമെന്നുള്ളതും കമ്പ്യൂട്ടർ മോഡലിംഗ് എന്നുള്ള ഒരു പ്രവർത്തനം കൊണ്ട് സഹായിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ സഹായത്തോടെ ജോലിയിലുണ്ടാകുന്ന യാഥാർത്ഥ്യങ്ങളെ അനുകരിക്കുന്ന രീതിയാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറയുന്നത്. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള രീതിയാണ്. യഥാർത്ഥ സാഹചര്യത്തിൽ സംഭവിക്കാവുന്ന തെറ്റുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കി പഠനം നടത്താൻ ട്രെയിനിയെ സഹായിക്കുന്ന ഒരു രീതിയാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ പറയുന്നത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. എന്താണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് നോക്കാം. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് മീൻസ് എംപ്ലോയീസ് ലേൺ ദെയർ ജോബ്സ് ഓൺ ദ എക്യുപ്മെൻറ്റ് ദേ വിൽ ബി യൂസിങ് ബട്ട് ദ ട്രെയിനിങ് ഈസ് കണ്ടക്റ്റഡ് എവേ ഫ്രം ദ ആക്ച്വൽ വർക്ക് ഫ്ലോർ. Actual work environments are created in a classroom and employees use the same materials, files and equipment. This is required to handle sophisticated machinery and equipments. അപ്പോൾ എന്താണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്ലാസ് റൂമിൽ യഥാർത്ഥ ജോലി സാഹചര്യം സൃഷ്ടിക്കാൻ ഒരു ലാർജ് ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുകയും ഈ ലാർജ് ക്ലാസ് റൂം അത് ജീവനക്കാരുടെ എണ്ണം വളരെയധികം കൂടുതലാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിക്കുക. ഒരു ലാർജ് ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തു ഫാക്ടറിയോടനുബന്ധമായിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു നിശ്ചിത റൂമിൽ ക്രിയേറ്റ് ചെയ്യുകയും അവിടെ ജോലിക്കാർക്ക് എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും ഉപകരണങ്ങളും ഉപയോഗിക്കാനുള്ള അവസരം പ്രൊവൈഡ് ചെയ്യുകയും അത്യാധുനികമായ യന്ത്രങ്ങളും ഉപകരണങ്ങളും കൈകാര്യം ചെയ്യാൻ ജീവനക്കാരെ പഠിപ്പിക്കേണ്ടി വരുമ്പോഴാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്നുള്ള ഒരു രീതി ഉപയോഗിക്കാറ്. സെയിം മെറ്റീരിയൽസും ഫയൽസും എക്യുപ്മെൻറ്റ്സുകളും യഥാർത്ഥത്തിൽ സ്ഥാപനത്തിൽ ചെയ്യേണ്ട അതേ മെറ്റീരിയൽസും എക്യുപ്മെൻറ്റുകളും ഫയലുകളും ജീവനക്കാരന് നൽകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് മെഷീനറികളിലും എക്യുപ്മെൻറ്റുകളും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്
നമ്പർ ഓഫ് എംപ്ലോയീസ് ആർ ലാർജർ. നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടുതലാണെന്നുണ്ടെങ്കിലാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഉപയോഗിക്കുക. അപ്പോൾ സ്പേസ് ധാരാളമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു വലിയ ലാർജ് റൂം ക്രിയേറ്റ് ചെയ്യുകയും ഈ ലാർജ് റൂമിൽ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു റൂം, ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ സ്ഥാപനത്തിനോടനുബന്ധമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടറിയുടെ സമീപത്തായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു റൂമായിരിക്കും. അവിടെ നിരവധി ജീവനക്കാർക്ക് ഒരേ സമയം തന്നെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ്. ഒരു ആക്ച്വൽ വർക്ക് ഫ്ലോറിന് എവേ ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആക്ച്വൽ വർക്ക് ഫ്ലോറിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എക്യുപ്മെൻറ്റുകളും, മെഷീനറികളും, ഡോക്യുമെൻറ്റ്സുകളും, ഫയൽസുകളും യൂസ് ചെയ്യാനുള്ളൊരു അവസരം തൊഴിലാളികൾക്ക് ട്രെയിനിങ്ങിൽ കൂടെ പ്രൊവൈഡ് ചെയ്യാൻ ചെയ്യുന്നത്. ദേ ആർ റിക്വയർഡ് ടു ഹാൻഡിൽ ദ സോഫിസ്റ്റിക്കേറ്റഡ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ബുദ്ധിമുട്ടേറിയ മെഷീനറികളും എക്യുപ്മെൻറ്റുകളും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അത്യാധുനികമായ യന്ത്രങ്ങളും ഉപകരണങ്ങളും കൈകാര്യം ചെയ്യാൻ അവർക്ക് പരിശീലനം നൽകുന്ന ഒരു മാർഗം കൂടിയാണ് ഈ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആറാമത് പറയുന്നത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. എന്താണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് നോക്കാം. This methods incorporates a pre-arranged and proposed acquisition of some specific skills and general knowledge. Information is broken into meaningful units, and these units are arranged in a proper way to form a logical and sequential learning package from simple to complex. The trainee goes through these units by answering questions or filling the blanks. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ക്രമീകൃത പരിശീലനം എന്നാണ് അതിൻ്റെ മലയാളം. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ മുൻകൂട്ടി നിശ്ചയിച്ച ചില പ്രത്യേകതരം നൈപുണികളെ അല്ലെങ്കിൽ അറിവുകളെ ഉദ്യോഗസ്ഥരിൽ എത്തിക്കാനായിട്ടാണ് ഈ രീതി ഉപയോഗിക്കുന്നത്. ഇവിടെ നൽകേണ്ട വിവരങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ചെറിയ ചെറിയ പഠന ഭാഗങ്ങളാക്കി മാറ്റുന്നു. തുടർന്ന് ലളിതമായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിച്ച് നൽകുന്നു. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകിയും വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തീകരിച്ചും പഠിതാവ് ഇതിലൂടെ കടന്നു പോകുന്നു. ഇങ്ങനെയാണ് ക്രമീകൃത പരിശീലനം നടപ്പിലാക്കുന്നത്. അതായത് ക്രമീകൃത പരിശീലനം എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില അറിവുകളുണ്ടാവും. ഈ അറിവുകൾ ഉദ്യോഗസ്ഥരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രമീകൃത പരിശീലനം അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്ത് വിവരമാണ് നൽകേണ്ടത് ഉദ്യോഗസ്ഥർക്ക് എന്നുണ്ടെങ്കിൽ ആ നൽകേണ്ട വിവരങ്ങളെ അടുക്കും ചിട്ടയോടും കൂടി ഓർഡർ അനുസരിച്ചിട്ട് ക്രമീകരിച്ചിട്ട് ലളിതമായത് ഏറ്റവും ആദ്യവും സങ്കീർണമായത് ഏറ്റവും അവസാന രീതിയിൽ ക്രമീകരിച്ച് നൽകുക ചെയ്യുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയും വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തീകരിച്ചും ലേണർ ഇതിൽ കൂടെ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ലേണർ ഇതിൽ കൂടെ പഠിച്ചെടുക്കുന്ന ഒരു രീതിയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മീൻസ് പ്രീ അറേഞ്ച്ഡ് ആൻഡ് പ്രപ്പോസ്ഡ് ആക്വിസിഷൻ ഓഫ് സം സ്പെസിഫിക് സ്കിൽസ്. ചില സ്പെസിഫിക് സ്കില്ലുകളുടെ മുൻകൂട്ടി തീരുമാനിച്ചതും പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ആക്വിസിഷനാണ്. ജനറൽ നോളേജുകളും അതിലുണ്ടായിരിക്കും. ജീവനക്കാരൻ അറിയേണ്ട ജനറൽ നോളേജ്, ഉദ്യോഗാർത്ഥിയല്ല ജീവനക്കാരൻ അറിയേണ്ട ജനറൽ നോളേജും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടാവും. ഇൻഫർമേഷനെ മീനിങ് ഫുൾ യൂണിറ്റുകളാക്കി വിഭജിക്കുകയും ഇതിനെ അറേഞ്ച് ചെയ്തിട്ട് ലോജിക്കൽ അനുസരിച്ച് അറേഞ്ച് ചെയ്യുകയും സീക്വൻഷ്യൽ ലേണിംഗ് പാക്കേജ് അനുസരിച്ച് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ ഇൻഫർമേഷനെ അറേഞ്ച് ചെയ്യുകയും ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം നൽകുകയും ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ സങ്കീർണമായ ക്വസ്റ്റ്യൻസ് അവസാനത്തിലേക്ക് കൊടുക്കുകയും ചെയ്യും. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും വിട്ടുപോയ ഭാഗങ്ങൾ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ചെയ്തും ജീവനക്കാരൻ ഇതിലൂടെ കടന്നു പോകുന്ന ഒരു രീതിയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഉദ്യോഗാർത്ഥിയല്ല ജീവനക്കാരൻ ഇതിലൂടെ കടന്നു പോകുന്ന ഒരു രീതിയാണ്, എംപ്ലോയി ഇതിലൂടെ കടന്നു പോകുന്ന ഒരു രീതിയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 6 രീതിയിലാണ് പ്രധാനമായിട്ടും ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ബിഫോർ ഡൂയിങ്, പഠനം ആദ്യം നടപ്പിലാക്കുക, ജോലി ചെയ്യുന്നതിന് മുൻപ് പഠനം നടപ്പിലാക്കുന്ന രീതിയാണ്. ഇതിലെല്ലാം അങ്ങനെയാണ് നടപ്പിലാക്കുന്നത്. അതിനെയാണ് ഓഫ് ദ ജോബ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും 6 തരത്തിലാണ്. ഏതൊക്കെയാണ് 6 തരത്തിലുള്ള ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്? ആദ്യം പറഞ്ഞത് നമ്മുടെ ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്, രണ്ടാമത് പറഞ്ഞത് ഫിലിം ഷോസ്, മൂന്നാമത് പറഞ്ഞത് കേസ് സ്റ്റഡി, നാലാമത് പറഞ്ഞത് കമ്പ്യൂട്ടർ മോഡലിംഗ്, അഞ്ചാമത് പറഞ്ഞത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, ആറാമത് പറഞ്ഞത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഇങ്ങനെ 6 തരത്തിലാണ് ഓഫ് ദ ജോബ് മെത്തേഡ്. അപ്പോൾ ഓൺ ദ ജോബും ഓഫ് ദ ജോബും വേർതിരിച്ചറിയുക. ഓൺ ദ ജോബ് 4 തരത്തിലാണ്: അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ്, കോച്ചിങ്, ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ. ഓഫ് ദ ജോബ് 6 തരത്തിലാണ്: പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, അതുപോലെ തന്നെ ക്ലാസ് റൂം ലെക്ചറുകൾ, കേസ് സ്റ്റഡി, ഫിലിംസ്, കമ്പ്യൂട്ടർ മോഡലിംഗ്.
അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അങ്ങനെ സ്റ്റാഫിംഗ് എന്നുള്ള ഭാഗം അങ്ങനെ അവസാനിക്കുകയാണ്. സ്റ്റാഫിംഗ് എന്നുള്ള ഭാഗം കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സ്റ്റാഫിംഗ് എന്ന ഭാഗത്തിൽ എന്താണ് സ്റ്റാഫിംഗ് അല്ലെങ്കിൽ സ്റ്റാഫിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. സ്റ്റാഫിംഗ് എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ മനുഷ്യ വിഭവ പ്രക്രിയയാണ്. സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. ഓർഗനൈസിങ് കഴിഞ്ഞതിന് ശേഷം വരുന്ന നെക്സ്റ്റ് ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിൽ കൂടെ എന്ത് ചെയ്യുക ചെയ്യുന്നത്? ഒരു ജോലിയിലേക്ക് നിയമിക്കപ്പെടേണ്ട ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്ന ഒരു രീതിയാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോയിൻറ്റിംഗ് ദ റൈറ്റ് പേഴ്സൺ ടു ദ റൈറ്റ് ജോബ്. യഥാർത്ഥ ജോലിയിലേക്ക് യഥാർത്ഥ ആളുകളെ നിയമിക്കപ്പെടുന്ന രീതിയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യം പറഞ്ഞു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ HRMൻ്റെ ഒരു ഭാഗമാണ് സ്റ്റാഫിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റാഫിംഗ് പ്രോസസ്സ്, എന്തെല്ലാം പ്രോസസ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാഫിംഗ് പ്രോസസ്സ് മാൻ പവർ പ്ലാനിംഗ് മുതൽക്കുള്ള എല്ലാ പ്രോസസ്സുകളും, മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ, ട്രെയിനിങ്, അങ്ങനെയുള്ള എല്ലാ സ്റ്റെപ്പുകളും, പ്രൊമോഷൻ, അതുപോലെ തന്നെ കോമ്പൻസേഷൻ, അങ്ങനെ ആ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ സ്റ്റാഫിംഗ് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ സ്റ്റാഫിംഗ് പ്രോസസ്സ് പറഞ്ഞു. പിന്നെ നമ്മളതിൽ റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റിനെ സെർച്ച് ചെയ്യുന്ന രീതിയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുക. റിക്രൂട്ട്മെൻറ്റിന് 2 തരത്തിലുള്ള സോഴ്സസ് ആണുള്ളത് പറഞ്ഞു. ഇൻറ്റേർണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും. ഇൻറ്റേർണൽ സോഴ്സസ് പ്രധാനമായിട്ടും 2 തരത്തിൽ, ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. എക്സ്റ്റേണൽ സോഴ്സസ് എന്നുള്ളത് 13 തരത്തിൽ എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. അപ്പോൾ 11 തരത്തിലുള്ള എക്സ്റ്റേണൽ സോഴ്സസും എന്താണെന്നുള്ളത് പഠിക്കുക. അപ്പോൾ ഇൻറ്റേർണൽ സോഴ്സസ്, എക്സ്റ്റേണൽ സോഴ്സസ്. പിന്നെ നമ്മൾ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ചൂസിങ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഫ്രം ദ എംപ്ലോയീസ് അല്ലെങ്കിൽ റിക്രൂട്ടേഴ്സിൽ നിന്നും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയാം. സെലക്ഷൻ്റെ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെലക്ഷൻ സ്റ്റെപ്പുകൾ പ്രിലിമിനറി സ്ക്രീനിങ് മുതൽക്കുള്ള സെലക്ഷൻ സ്റ്റെപ്പുകൾ ചോദിക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ സെലക്ഷനും റിക്രൂട്ട്മെൻറ്റും, സെലക്ഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ഒരു പ്രക്രിയയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, റിക്രൂട്ടിൽ നിന്നും നമ്മൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചും അവർക്ക് എന്ത് പ്രതീക്ഷ ഉണ്ടായിരിക്കും, ജോലി കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പോസിറ്റീവ് പ്രക്രിയ എന്ന് പറയുന്നത്. എല്ലാവർക്കും അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട്. സെലക്ഷൻ നെഗറ്റീവ് പ്രക്രിയയാണ്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ മാത്രമാണ് സെലക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് സെലക്ഷൻ എന്നുള്ളത് എന്താണ്? നെഗറ്റീവായിട്ടുള്ള ഒരു പ്രക്രിയയാണെന്ന് പറഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. സെലക്ഷനും റിക്രൂട്ട്മെൻറ്റും തമ്മിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്താ പറയുന്നത്, പിന്നെ നമ്മൾ ട്രെയിനിങ് എന്താണെന്ന് പറഞ്ഞു. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. കരിയർ എന്താണെന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. ട്രെയിനിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഡെവലപ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എഡ്യൂക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ബെനഫിറ്റ്സ് ഓഫ് ട്രെയിനിങ്, എംപ്ലോയീസിനും ഓർഗനൈസേഷനും എന്തെല്ലാം ബെനഫിറ്റ് ഉണ്ട്. പിന്നെ ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റും എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2 തരത്തിലുള്ള മെത്തേഡ്, ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡും. ട്രെയിനിങ് മെത്തേഡ് 2 തരത്തിലുള്ളത്, ഓൺ ദ ജോബും ഓഫ് ദ ജോബും. ഓൺ ദ ജോബ് എന്ന് പറഞ്ഞാൽ 4 രീതിയിലുണ്ട്. അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ്, കോച്ചിങ്, ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ. ഓഫ് ദ ജോബ് 6 തരത്തിലുണ്ട്. ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്, ഫിലിംസ്, കേസ് സ്റ്റഡി, കമ്പ്യൂട്ടർ മോഡലിംഗ് ആൻഡ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ വീഡിയോസും, തുടക്കം മുതൽക്കുള്ള എല്ലാ വീഡിയോസും കാണുക. അപ്പോൾ ആ നോട്ടുകളൊക്കെ നിങ്ങൾ പുസ്തകത്തിലേക്ക് എടുത്തെഴുതുക. സ്റ്റാഫിംഗ് എന്നുള്ള ചാപ്റ്റർ അങ്ങനെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററായ ഡയറക്റ്റിങ്ങിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ. താങ്ക് യു.